Hi dear students, welcome back to the class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു കാര്യമാണ്. ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ഇതുവരെ സൈൻ കോസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് വെച്ച് കുറേയധികം പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തു. അപ്പോൾ ആരെങ്കിലും അതൊക്കെ കാണാത്തതുണ്ടെങ്കിൽ ദയവായിട്ട് കാണുക, കാരണം അത് കണ്ടതാൽ മാത്രമേ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചുകൂടെ നമ്മളെ എളുപ്പത്തിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ പേപ്പർ, പേന, പെൻസിൽ പോലെ തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആ ടൂളിൻ്റെ പേര് മറ്റൊന്നുമല്ല, ടാൻ അഥവാ ടാൻജൻറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ടാൻജൻറ്റ് ഒന്നും അല്ല. ടാൻ എന്ന് പറയുന്ന വേറൊരു കാര്യമാണ്. സൈൻ, കോസ് എന്നൊക്കെ പോലെ തന്നെ ട്രിഗ്നോമെട്രിയിലെ ഒരു ടൂളാണ് ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. അപ്പം നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സപ്പോസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ട്രയാങ്കിൾ വെക്കുവാണ്. ആ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഇതാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, എനിക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് വേണ്ടത് ABC, ഇതിനകത്ത് ഈ AC എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ നിങ്ങൾക്കറിയാം സൈൻ കോസ് എന്നൊക്കെ അറിയാം. അപ്പോൾ നേരെ നോക്കിയേ, 30 ഡിഗ്രി ഉണ്ട്, പക്ഷേ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് തന്നേക്കുന്നത്. അഡ്ജസൻറ്റ് സൈഡ് വരുമ്പം എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കോസ് ഫംഗ്ഷൻ. അപ്പോൾ കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഇത് നമുക്കറിയാം, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് എന്ത്, നമ്മുടെ കോസ് 30 എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. എത്രയാ? 5 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ന്യൂസ് തന്നിട്ടില്ല. നമ്മളോട് ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് സൈൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് തന്നിരിക്കുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. കോസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കോസ് യൂസ് ചെയ്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും? ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് 5 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ കോസ് 30 എന്ന് കിട്ടും. കറക്റ്റ് ആണല്ലോ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ന്യൂസ് കിട്ടി. കറക്റ്റ് അല്ലേ? ഈ ഹൈപ്പോട്ന്യൂസിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി 5 സെൻറ്റിമീറ്റർ ബൈ കോസ് 30. നിങ്ങൾ കോസ് 30യുടെ വാല്യൂ ടേബിളിലുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. 5 ബൈ ദാറ്റ് വാല്യൂ നമുക്ക് ഹൈപ്പോട്ന്യൂസ് കിട്ടും. ഈ ഹൈപ്പോട്ന്യൂസ് കിട്ടിയാലുള്ള ഗുണം എന്താ? ഇപ്പം നമുക്ക് ഹൈപ്പോട്ന്യൂസ് അറിയാം, ഒരാംഗിൾ അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാ? സൈൻ 30യുടെ ഫോർമുലയാണ്. സൈൻ 30യുടെ ഫോർമുല എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. നിങ്ങൾ ആ വ്യത്യാസം നോക്കണം. സൈൻ 30യുടെയും കോസ് 30യും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. സൈൻ 30 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഇവിടെ നമുക്ക് ഹൈപ്പോട്ന്യൂസ് ഓൾറെഡി അറിയാം. ദെയർഫോർ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു സൈൻ 30 കണ്ടുപിടിച്ചാൽ മതി. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ന്യൂസ് ബൈ സൈൻ 30 എന്ന് കിട്ടി. നമുക്ക് വാല്യൂ കിട്ടി. അപ്പോൾ നമ്മളിവിടെ 2 കാര്യങ്ങൾ ചെയ്തു. നമുക്ക് ഒരു ആംഗിളും ഒരു അഡ്ജസൻറ്റ് സൈഡും തന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത്, നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ആദ്യം ചെയ്തത് എന്താ? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കോസ് 30 യൂസ് ചെയ്ത് ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിച്ചു. ഹൈപ്പോട്ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായി. ഹൈപ്പോട്ന്യൂസ് ഒരു ആംഗിളും ഉണ്ട്. നമുക്ക് സൈൻ 30യുടെ ഫോർമുല ഉപയോഗിച്ച് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. പ്രോബ്ലം സോൾവ് ആയി. പക്ഷേ ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്തു. ഓർക്കുക, SSLC പരീക്ഷയ്ക്ക് നിങ്ങൾ പോയിരിക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് പ്രോബ്ലം കണ്ടുപിടിക്കുന്നതിലും എന്തായാലും എളുപ്പമായിരിക്കും ഈ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പായിട്ട് റെഡ്യൂസ്ഡ് ആയ. അതെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ സ്റ്റെപ്പുകളെ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ആളുടെ പേരാണ് ടാൻ. കാരണം ടാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്ന ഒരാളേ ഇല്ല. ടാൻ തീറ്റാനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ആംഗിളും അഡ്ജസൻറ്റ് സൈഡും തന്നാൽ നിങ്ങൾ സൈനും കോസും ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതിന് പകരം ഇനി ഒരേ ഒരാളെ ഉപയോഗിച്ചാൽ മതി. ആരാത്? നമ്മുടെ ടാൻ ഫംഗ്ഷൻ. കാരണം ടാൻ 30 എന്ന് പറഞ്ഞ് ഇവിടുന്ന് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ്. അത് നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. AC ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അത് നമുക്കറിയാം 5.
Therefore എ സി എന്ന് പറയുന്നത് എന്താണ് 5 × tan 30 എന്ന് കിട്ടി. സി നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കൊണ്ട് ചെയ്ത കാര്യം വെറും 2 ലൈനിൽ നമ്മൾ തീർത്തു. tan 30യുടെ വാല്യൂ നമ്മുടെ ബുക്കിലുണ്ട്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ 5 × tan 30 ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻ ഫംഗ്ഷൻ. ഇപ്പം തന്നെ എല്ലാവരും മനസ്സിലേക്ക് കയറ്റി വെച്ചോളുക. ടാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ tan θ = nothing but opposite side by adjacent side. Opposite side by adjacent side. അത് മറക്കാതിരിക്കുക. tan θ എന്താണ്? Opposite side by adjacent side. നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ 2 ട്രയാങ്കിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2 ട്രയാങ്കിളിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ട്രയാങ്കിൾ ആയിരുന്നു ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ഇൻറ്റീരിയർ ആംഗിൾസ് 45, 45, 90 ഡിഗ്രി. 45, 45, 90 വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് റേഷ്യോസ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ? 1:1:√2 ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് എഴുതാം? tan 45ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? tan 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. കറക്റ്റ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് മറക്കരുത് കേട്ടോ. ഇനി ഓപ്പോസിറ്റ് ഏതാ? എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് ഏതാ? ബി സി. എ ബിയുടെ വാല്യൂ എത്രയാ? 1 ഡിവൈഡഡ് ബൈ ബി സിയുടെ വാല്യൂ എത്രയാ? 1 = 1. അതായത് tan 45ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. എപ്പോഴും ഓർത്തുകൊള്ളുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. tan 45ൻ്റെ വാല്യൂ 1 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് നമ്മൾ രണ്ടാമത് പഠിച്ച ട്രയാങ്കിൾ ആയിരുന്നു. നമ്മൾ രണ്ടാമത് പഠിച്ച ട്രയാങ്കിൾ എങ്ങനെയായിരുന്നു? 30, 60, 90. അപ്പോൾ നമുക്കതിൻ്റെ സൈഡ് റേഷ്യോസ് അറിയാം. 1:√3:2. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. അങ്ങനെ തന്നെ ഓർക്കണം. അതാകുമ്പോൾ നിങ്ങൾ മറന്നു പോകത്തില്ല, മാറിപ്പോകത്തില്ല. സോ 1:√3:2 എന്ന് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് tan 60യുടെ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ? എങ്ങനെ വരും? ഓപ്പോസിറ്റ് സൈഡ് എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി സി. സോ എ ബി എന്ന് പറയുന്നത് എത്രയാണ്? √3 ഡിവൈഡഡ് ബൈ 1. ആൻസർ ഈസ് √3. സോ tan 60യുടെ വാല്യൂ എത്രയാണ്? √3 ആണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് tan 30യുടെ വാല്യൂ കണ്ടുപിടിക്കാം. tan 30 = again ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആംഗിൾ മാറി. ആംഗിൾ മാറുമ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും മാറും. ഈ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി സി ആണ്. ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? എ ബി ആണ്. സോ ബി സി ബൈ എ ബി എന്ന് വരും. ബി സി എത്രയാണ്? 1 ആണ്. എ ബിയോ √3 ആണ്. സോ tan 30യുടെ വാല്യൂ എത്ര വരും? 1/√3 എന്ന് വരും. അപ്പോൾ ഈ 3 വാല്യൂസ് ഒന്ന് മൈൻഡിലേക്ക് വെച്ചേക്കുക. tan 45 1 ആണ്, tan 60 √3 ആണ്, tan 30 1/√3 ആണ്. ആരെങ്കിലും എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് ഈ ട്രയാങ്കിൾ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. tan θ = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഒരാളെ കാണാം. ആ ആൾ സ്റ്റെയർ കേസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെയർ കേസ് കയറി അയാൾ 3ാമത്തെ സ്റ്റെപ്പേ നിൽക്കുവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: അയാൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്? ഹൗ ഹൈ ദ മാൻ സ്റ്റാൻഡിങ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ ഇപ്പോൾ ആ ഫിഗർ കാണാം. ആ ഫിഗറിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സ്റ്റെപ്പ് ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ആൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൻ്റെ മുകളിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 3 സ്റ്റെപ്പ് ഉണ്ട്. നമുക്കിനി തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഓർഡർ ക്വസ്റ്റ്യൻ തരുന്ന ആൾ തന്നെ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു സ്റ്റെപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 20 സെൻറ്റിമീറ്റർ ആണ് ഒരു സ്റ്റെപ്പിൻ്റെ നീളമായിട്ട് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ആംഗിൾ, ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ സ്റ്റെപ്പും നമ്മുടെ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനും തമ്മിൽ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ നിലവും തമ്മിലുണ്ടാകുന്ന ആ ആംഗിൾ 35 ഡിഗ്രിയാണ്. ഈ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ ആൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചൊരു ട്രയാങ്കിൾ ഇങ്ങനെ അങ്ങ് വരച്ചു. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരച്ചു. ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇയാൾ നിൽക്കുന്ന ഉയരം, അതായത് എ ബി എന്ന് പറയുന്ന ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എ ബി എന്ന് പറയുന്നത് 35ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡാണ് നമുക്കപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി വേറെ ഏതെങ്കിലും സൈഡ് നമുക്ക് അറിയാമോ എന്ന് നോക്കിക്കേ. സി ബി സി എന്ന് പറയുന്ന സൈഡ് നമുക്കറിയാം. എങ്ങനെയാണ്? ഇത്രയും വരെ 20 ആണ്, ഇത്രയും വരെ 20 ആണ്, വീണ്ടും ഒരു 20, അങ്ങനെ ടോട്ടൽ 3 20 ഉണ്ട്. അപ്പോൾ എത്ര വരും? ഇത് 60 സെൻറ്റിമീറ്റർ എന്ന് വരും.
അതായത് ഇപ്പോൾ നമുക്ക് പുതിയൊരു കാര്യം കൂടെ കിട്ടി, 35ൻ്റെ അഡ്ജസൻറ്റ് സൈഡും കൂടെ കിട്ടി. കറക്റ്റ് ആണല്ലോ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് അറിയാം, ആംഗിൾ അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഏതാ ഉപയോഗിക്കേണ്ടത്? ടാൻ അല്ലേ? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡിനെ കണക്ട് ചെയ്യുന്ന സാധനം ഏതാ? ടാൻ ആണ്. സോ വി ഹാവ് ടാൻ 35 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കറക്റ്റായിട്ട് കിട്ടിയോ? ഇനി നമുക്ക് നോക്കാം. അഡ്ജസൻറ്റ് സൈഡ് 60 തന്നിട്ടുണ്ട്. നമുക്കപ്പം ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ അഡ്ജസൻറ്റ് സൈഡിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കളയണം. ഇവിടെ ഡിവിഷനിലാണ്, അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിലാവും. സോ വി ഹാവ് അഡ്ജസൻറ്റ് സൈഡ് ഇൻറ്റു ടാൻ 35 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഇനി അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 60 ഇൻറ്റു ടാൻ 35ൻ്റെ വാല്യൂ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾക്ക് കാണാം. അത് 0.7002 ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് 0.70 എന്നെടുത്താലും മതി. ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടും. ഇത് അറൗണ്ട് 40 സംതിങ് കിട്ടും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഏത് ഫംഗ്ഷനാണ്? ടാൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഓർത്തോളുക, എപ്പോഴൊക്കെ അഡ്ജസൻറ്റ് സൈഡും അല്ലെ ആംഗിളും അല്ലെ ഓപ്പോസിറ്റ് സൈഡും ആംഗിളും അറിയാമോ, അപ്പോഴൊക്കെ അഡ്ജസൻറ്റ് സൈഡോ അല്ലെ ഓപ്പോസിറ്റ് സൈഡോ കണ്ടുപിടിക്കാനായിട്ട് എന്ത് യൂസ് ചെയ്താൽ മതി? ടാൻ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. കാരണം ടാൻ ഫംഗ്ഷനാണ് ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസൻറ്റ് സൈഡിനെയും കണക്ട് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ടാൻ ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ടാൻ ഫംഗ്ഷൻ വന്നത്, എന്തൊക്കെയാണ് ടാൻ ഫംഗ്ഷൻ്റെ സം ബേസിക് വാല്യൂസ്, ലൈക്ക് ടാൻ 45 ഈക്വൽ ടു 1, ടാൻ 60 ഈസ് ഈക്വൽ ടു 1/√3, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ √3, ടാൻ 30 ഈക്വൽ ടു 1/√3, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അടുത്ത ദിവസം നമുക്ക് നിങ്ങളുടെ അടുത്ത എക്സസൈസ്, ഇത് കഴിഞ്ഞിട്ട് വരുന്ന എക്സസൈസ് സോൾവ് ചെയ്യാം. അപ്പോൾ അത് സോൾവ് ചെയ്യാനിരിക്കുമ്പോൾ ഓർത്തോളുക, ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഈ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ആ എക്സസൈസ് മുഴുവൻ സോൾവ് ചെയ്യുന്നത്. സോ അടുത്ത എക്സസൈസിൽ മീറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇത് വാച്ച് ചെയ്ത് മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.